ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലല്ല, വിളവെടുപ്പല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു കീടനാശിനിയും വളവും കൂടെ ചേർന്നുള്ള ഒരു മിശ്രിതം, ഒരു മരുന്ന് ഉണ്ടാക്കാൻ പോവുക. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, തക്കാളിൻ്റെ പൂവ് ആയി വരുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോവുക, തക്കാളി വാടിപ്പോവുക, തക്കാളിൻ്റെ ഉഷാർ കുറഞ്ഞു പോവുക, നല്ല അടിപൊളിയായി വന്ന തക്കാളി അതൊന്ന് മരുന്നൊന്ന് പറഞ്ഞു തരാമോ? ഒരാളൊന്നുമല്ല, കുറേ പേര് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ തക്കാളി ഇങ്ങനെ വിളവെടുക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ, അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ മരുന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്നുള്ളത്. ജൈവമാണ് കേട്ടോ, കീടനാശിനി രാസവളം ഒന്നുമല്ല, ഒക്കെ ജൈവ, നമ്മളെ വീട്ടിലുള്ള ചെടികളിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഞാനത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ മരുന്ന് തളിക്കുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുക. എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും എൻ്റെ ചെടി ആയ പോലെ നിങ്ങളതും ആവും. ഞാൻ കരിയിലിട്ട് നടുന്നത് കണ്ടപ്പോൾ അതുപോലെ നട്ട് കരിയിൽ ഉഷാറായിട്ട് ചെടി ഉണ്ടായിന്ന് പറയുന്നുണ്ട്. ഇപ്പം പൂ കൊയ്ച്ചിലിനെ കുറിച്ചാണ് വല്ലാതെ പരാതി വരുന്നത്. അതും കൂടി നമുക്കൊന്ന് മാറ്റി കൊടുക്കുക. എന്നാൽ വീര് നമുക്ക് മരുന്നുണ്ടാക്കാലോ. ഞാൻ ഇന്നിട്ട ഡ്രസ്സ് ഉണ്ടല്ലോ, ഇതൊരാൾ ഗിഫ്റ്റ് തന്നതാ. ആരാന്നറിയോ? നമ്മുടെ കുടുംബത്തിലെ യൂട്യൂബ് കുടുംബത്തിലെ ഒരാൾ എന്നെ കാണാൻ, കൃഷിക്കാരെ കാണാൻ ഭയങ്കര താല്പര്യം, ഭയങ്കര ബന്ധമായിരിക്കും, അറിയാതെ ബന്ധമായി പോവും അത്. അങ്ങനെ എൻ്റെ കൃഷി കണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഒരു കൃഷിക്കാരി എന്നെ കാണാൻ കൊതിയായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ എന്നെ കാണാൻ പറ്റിയില്ല, അങ്ങനെ തിരിച്ചുപോയി. രണ്ടാമതും വന്നു, രണ്ടാമതും എന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ വേറെ എവിടെയോ പോയതായിരുന്നു, ഹൂദാനിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി. മൂന്നാമത് അന്ന് ഇവിടെ വന്ന സമയത്ത് എന്നെ കാണാൻ പറ്റിയിട്ട് നമ്പർ വാങ്ങി അയൽവാസിയുടെ എന്നിട്ട് വിളിച്ച് ഇവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ച് ഇന്നലെ വന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. അപ്പം വന്നപ്പോൾ എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റാണ് കൊണ്ടുവന്നത്? ഇതാ ചുരിദാർ. ഈ ചുരിദാർ എനിക്ക് ഇന്നലെ തന്നതാ. എൻ്റെ ഹസ്ബൻഡ് ചുരിദാർ അടിക്കുക, കുറച്ചൊക്കെ തയ്യൽ അറിയുന്ന ആളാണ്, ചുരിദാർ നന്നായിട്ട് അടിക്കുക. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ എനിക്ക് അടിച്ചു തന്നു. ഞാൻ ഇന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടി അതാ ഇട്ടത്. ഷാള് നസീമ പേര്, ഞാൻ നസീന വിളിക്കല്. നസീമക്ക് പ്രത്യേകത ഉണ്ട്. 20 കൊല്ലം ഒരു മക്കയിൽ ജീവിച്ച ആളാണ്. ഹസ്ബൻഡുമായിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നു പോലെ ഹസ്ബൻഡിന്. അപ്പോൾ അവിടെ താമസിച്ചതാ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാ. ഇത് മക്കയിലെ ഷാളാട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് പലതും കൊണ്ടുവന്നിട്ടുണ്ട്. നട്ട്സ്, പിന്നെ ഈത്തപ്പഴം, സ്പ്രേ, അങ്ങനെ ഈ കയ്യറ എൻ്റെ ഈ കൈക്ക് ഈ കയ്യറിൻ്റെ ഇവിടെ ഒരു പൊട്ട് കണ്ടോ, അത് വിരലിടാനുള്ളതാ. ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം തന്നിട്ടുണ്ട്. താങ്ക്സ് ഇട്ടാ നസി. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ കുടുംബത്തിലെ ഒരാൾ തന്നാൽ പോയല്ല, നമ്മൾ പറയണമല്ലോ. അടിപൊളിയാണോ, എങ്ങനെ ഉണ്ടെന്ന് പറയണേ. മരുന്നുണ്ടാക്കാൻ ഫസ്റ്റിൽ നമുക്ക് വേണ്ട ആര്യവേപ്പിലയാണ്. കണ്ടോ, അത് ആര്യവേപ്പിൻ്റെ ചെടിയാണ്. ഈ ചെടി ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതിരുന്നു. അങ്ങനെ ആര്യവേപ്പ് എല്ലാത്തിനും നല്ലതാ, നമുക്കും നല്ല, നമുക്ക് വയറുവേദനക്ക് നല്ലതാണ് ഇത്. പിന്നെ നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ വെള്ളം കൊണ്ട് നമ്മൾ കുളിപ്പിക്കും, അങ്ങനെ ചെയ്യും. ഇതിപ്പോൾ ചെടിക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. കണ്ടോ, ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് മതി, ഭയങ്കര സ്ട്രോങ് അത്, കായ്പാ. ഇത് വളവുമാണ്, നല്ലൊരു കീടനാശിനിയും കൂടിയാണ്. നമുക്കിതൊക്കെ കൃഷി ചെയ്യുകയാണ്, നമുക്കിതൊക്കെ വേണം വീട്ടിൽ. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, കൂടുതൽ ഉണ്ടാക്കി വെക്കണ്ടല്ലോ. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുന്നത് നല്ലതാ, ശാഖ വന്ന് ഉണ്ടായിക്കോളൂ. ഞാൻ കത്രിക എടുത്തിട്ടുണ്ട്, പിന്നെ എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്? ഇത്ര മതി. എടുത്തത് മുരിങ്ങയില. ഈ മുരിങ്ങ ഇല നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. മുരിങ്ങ മരം ഇങ്ങനെ മേൽഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക, വെട്ടി കൊടുക്കുക. എന്നാൽ കുറേ ശാഖ ഉണ്ടാവും. കണ്ടോ, അടക്ക ശാഖ ഉണ്ടായത്. ഇത് നമുക്കും നല്ലതാണ്, ചെടികൾക്കും നല്ലതാണ്. അപ്പോൾ ഇത് മുരിങ്ങയില, മൂത്ത മുരിങ്ങയില എടുക്കുന്നതിന് എന്നൊരു കുഴപ്പമില്ല കേട്ടോ. എടുക്കുന്നതിന് മൂപ്പത്തിയൊക്കെ പറ്റുമോ, ഏറ്റവും നല്ലത് മൂപ്പത്തിയതാ. അതുകൊണ്ട് നമുക്ക് മൂപ്പത്തിയതൊക്കെ ഇങ്ങോട്ട് എടുക്കാം. ഇതാണ് നിന്നോട്ടെ എളുമ. ഇത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ കപ്പ ചാക്ക് നട്ട കപ്പയത്, ഒന്നൊന്നും അല്ല, കുറേ നട്ടിട്ടുണ്ട്. എനിക്ക് തന്നെയല്ലേ പണി, എനിക്ക് എന്തെങ്കിലും നട്ടുകൊണ്ടിരിക്കണം. അവിടെ ഒന്ന് ഇവിടെ എന്നെക്കാളും പൊക്കായി. ഇതെൻ്റെ കർമൂസ് മരം.
ഓരോന്നോരോന്ന് വീടിൻ്റെ ബേപ്പും മുരിങ്ങയിലയായി. ഇനി ഒരു കഷ്ണം അലോവേര. അലോവേര എന്ന് പറഞ്ഞാൽ ഈ കറ്റാർ വാഴ, അതിൻ്റെ ചെറിയൊരു പൊട്ട് എടുക്കുക. ഏറ്റവും ലാസ്റ്റത്തെ എടുക്കുന്ന നല്ല ജെല്ലുണ്ടാവും. എന്താ ജെല്ല്, കാട്ടിയാണ്. ഇതിലൊരു മഞ്ഞ ഉണ്ടാവും. നമ്മൾ മുഖത്തൊക്കെ തേക്കുകയാണെങ്കിൽ ഈ മഞ്ഞ കളയണം, ഈ മഞ്ഞ ഉറ്റുന്നത് കളയണം. ചെടിക്ക് വേണമെന്നൊന്നുമില്ല, ചെടിക്ക് നമ്മളങ്ങ് അരച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ 3 എണ്ണം എടുത്ത് ആ വളം ഉണ്ടാക്കാൻ കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന എൻ്റെ മരുന്നോ കീടനാശിനിയാണ്, ജൈവവളമാണ്, ഒക്കെ തന്നെയാണ്. ഞാനിത് ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങ് അരക്കണം. ഇതെല്ലാം കൂടെ കൂട്ടത്തിൽ ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ കറി വെക്കുന്ന അത് തന്നെയാണ്. എല്ലാം ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഞാനങ്ങ് സ്വിച്ച് ഇട്ട് വെക്കുമ്പോഴല്ലേ വർക്ക് ചെയ്യുന്നില്ല. നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പം ഞാൻ ഇൻവെർട്ടറിൻ്റെ അതാപ്പം എടുക്കുന്നത്. ഇൻവെർട്ടറാണ് ഇപ്പം അത്, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങി പോവുകയും. മതി നോക്കട്ടെ, ഒന്ന് പുറത്ത് കൊണ്ടുപോയി നോക്കുക. നമുക്ക് ഒരുങ്ങുമ്പോഴല്ലേ കറണ്ടില്ലാത്തത് അറിയുന്നത്. എന്താ അടിപൊളി അരിഞ്ഞിട്ടുണ്ട്, ഇതാ കണ്ടോ, അല്ല സൂപ്പറായിട്ട്. നന്നായിട്ട് അരിയണം, എന്നാലേ എല്ലാം കൂടെ എല്ലാം ചേരുള്ളൂ. അതാണിത്. ഇനി നമുക്കൊന്ന് മിക്സ് ആക്കണം. ഇനി ഞാൻ എല്ലാം ഒന്ന് ഡയലൂട്ട് ചെയ്യണം. ഇതാ പടന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് വീര്യം കൂടിയതാ. ഇത് അരച്ചത് കൊണ്ട് കുറച്ചും കൂടെ വീര്യം കൂടും. അപ്പം ഞാനുണ്ടോ അരച്ചതിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്ക്. എന്താ കളറ്, ഇതാ കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോ ഇതിൻ്റെ കളറ്. മറ്റേ കഷ്ണം ശരിക്കും അരിഞ്ഞില്ല. ഒക്കെ ഇത് അലോവേര ഇട്ടിട്ട് ഭയങ്കരം. ഇനി നമുക്ക് എന്താണെന്നറിയോ, ഈ ഒരു എടുത്തതിൻ്റെ ഇതിപ്പോൾ ഒരളവ് എടുത്താൽ 30 അളവ് നമ്മൾ വെള്ളം ഒഴിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചെടികൾക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. 30 അളവ്. ഇതിപ്പോൾ ഒരു പാത്രം ഈ മരുന്നാണ് അരച്ചത്. ഇതേ അളവിൽ 30 അളവ് ഇങ്ങനെ ഒഴിക്കണം. ഞാൻ ഒഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അളവ് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്, അവർക്കാണ് ഞാൻ പറയുന്നത്. മിക്സിയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. മിക്സിയൊന്നും ഇങ്ങനെ പിന്നെ അരച്ചൊന്നും ഒരു കുഴപ്പമില്ല. 30 വരെ എണ്ണുന്നില്ല, കാരണം ഞാൻ കുറച്ച് എണ്ണി കാണിത് നീണ്ടു. 2 എന്തോ കളറ്, 3 ഞാൻ 30 വരെ എടുക്കട്ടെ കേട്ടോ. ഇതാ ഡയലൂട്ട് ചെയ്തിട്ട് എൻ്റെ കളറ് കണ്ടോ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് അലോവേര ഇട്ട് ആര്യവേപ്പ് നല്ല കയ്പ്പുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ കളറ്. 30 ഇരട്ടി ആയിട്ടും 30 ആൾന്നിട്ടും എന്ത് കളറിന് യാതൊരു കുറവും ഇല്ല കേട്ടോ. ഇതങ്ങോട്ടേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. നമുക്ക് പിന്നെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കുക. ചെറിയൊരു പൊട്ടുണ്ട് സ്പ്രേൻ്റെ ആ ട്യൂബ് അത് കേടുവരും, അതിനെ ബ്ലോക്കായി പോവും. നമ്മളിങ്ങനെ തളിക്കുകയാണെങ്കിൽ ഇപ്പം അതിങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ പിന്നെ തുണി വെച്ച് നരിക്കട്ടെ, എന്നാലേ എനിക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞി പാത്രത്തിലാണ് ഞാൻ 30 പ്രാവശ്യത്തിലേക്ക് വെള്ളം ഒഴിച്ചു കേട്ടോ. ഇത്രയാളുള്ളത്. ബാക്കി വരുന്നത് നമുക്ക് എന്താക്കാൻ അറിയാം, നമുക്ക് ചെടീൻ്റെ പുരട്ടാൻ ഒഴിച്ചു കൊടുക്കുക. അത് നേർപ്പിച്ച് ജൈവവും, അപ്പം പേടിക്കണ്ട. സ്പ്രേയും ചെയ്യുക, അടിയിൽ ഒഴിച്ചും കൊടുക്കുക, അന്ന് തന്നെ അങ്ങ് തീർക്കാം ചെടികൾക്ക്. കണ്ടോ എത്രയാളുള്ളത്. അടിപൊളി മരുന്നാണ് ഇത്. ഒരു കീടനാശിനിയാണ്, നല്ലൊരു ജൈവ വളമാണ്. ഇനി ഞാൻ പിന്നെ സ്പ്രേ ചെയ്യണമെങ്കിൽ അരിക്കണം എന്ന് പറഞ്ഞില്ലേ, അരിച്ചാൽ പിന്നെ നമുക്ക് തലവേദന അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചോണ്ട് നിൽക്കുമ്പോൾ അങ്ങ് ബ്ലോക്കായി പോകും. അപ്പം ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. എത്ര നീർപ്പിച്ചാലും ഇതിൻ്റെ കളറിന് നോക്ക്, എന്താ കളറ്, ഭയങ്കര കളർ കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ മുരിങ്ങ ഇലയും ആര്യവേപ്പും രണ്ടും നല്ല പച്ചയാണ്. പിന്നെ അലോവേര ഇനി അലോവേര എല്ലാം വിചാരിച്ചിങ്ങ് പ്രയാസപ്പെടുകയൊന്നും വേണ്ട. ഇത് 2 ആയാലും മതി, ഒരു കുഴപ്പമില്ല. ഞാൻ അലോവേരയൊക്കെ നല്ല ജൈവ വളമാണ്, നല്ല കീടനാശിനി. അപ്പം നമ്മളടുത്ത് ഉണ്ടല്ലോ, അപ്പം ഞാനൊന്ന് അടിച്ചതാട്ടോ. എന്തായാലും കുറച്ചുണ്ടാവും, ഒരു കൊഴുപ്പ് അവിടെ പിടിച്ചിന്നുള്ളൂ അലോവേര ഉണ്ടാവുമ്പോൾ. ഞാൻ ഇന്നലെ
ഇന്നല്ല മെഞ്ഞാന്ന് ഞാൻ അലോവേര നടുന്ന വീഡിയോ ഇട്ടിരുന്നു. അന്നേരം ആ വീഡിയോൻ്റെ അടിയിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് മുടി നല്ല കറുപ്പുണ്ടാവാനും തഴച്ച് വളരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊരു വീഡിയോ അല്ല ഒരു കമൻറ്റ് വന്നാണ്, ഇപ്പം എല്ലാവരും മുടി തഴച്ച് വളരുമെന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാണ്, പിന്നെ എല്ലാവർക്കും കറുപ്പല്ല വേണ്ട മുടി ചോപ്പിക്കുകയാണെന്ന്. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് കേട്ടോ. ഒക്കെ ശരിയാ, നമ്മൾ വയസ്സന്മാർക്ക് മുടി കറുത്തോട്ടെ. തൽക്കാലം ഞാൻ ഒരു കുപ്പിയിലേക്ക് എടുക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മുരട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുള്ള് ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ ഡ്രസ്സ് തന്ന ആള് നെസ്സി വരാൻ പറ്റുള്ള ആളാട്ടോ. കുറേ പേർക്ക് അറിയാൻ തോന്നുന്നുണ്ട്, കമൻറ്റിൽ കാണുന്നുണ്ട്. വരാൻ പറ്റ ഞാൻ എടുക്കട്ടെ, ഞാൻ ഒഴിക്കുക കേട്ടോ, കുപ്പിയിലാക്കുന്നുണ്ട്. ഇതാ കുപ്പിയിലാക്കി. ഇതാ ഇതാണ് ഇപ്പം എല്ലാവരും എൻ്റെ ചോദിച്ച് എൻ്റെ പുറകെ എത്രയോ വീഡിയോ വന്ന് ചില തെറ്റി പറയുന്നുണ്ട്. ഇതങ്ങ് പോക്കിയാട്ടെ, നല്ല ഞാൻ ശരിക്ക് കാണുള്ളൂ. സ്റ്റിക്കറൊന്നും വേണ്ട. ഇതാ എങ്ങനെയുണ്ട്, നല്ല പച്ച കളറിൽ. നമ്മൾ മരുന്നും വളമൊക്കെ ചെയ്യുന്നതിൻ്റെ മുമ്പേ തക്കാളി ഒടിഞ്ഞു പോവാണ്ടെക്കാൻ, കാരണം തക്കാളി വള്ളി അല്ലെങ്കിൽ വള്ളിൻ്റെ സ്വഭാവം കാണിക്കും. അപ്പം നമ്മളൊരു കെട്ടിട്ട് കൊടുക്കണം. കെട്ടിട്ട് കൊടുത്തില്ലെങ്കിൽ ആരോഗ്യം പോയി ഇങ്ങനെ അങ്ങോട്ട് വീണുവിടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഞാൻ ചെയ്യുന്നത് അങ്ങോട്ട് പറയുന്നത് കേട്ടോ. ചിലവർ പന്തലൊക്കെ കെട്ടി കൊടുക്കും, ഞാൻ പന്തൽ സൗകര്യമില്ലായിട്ട് ഇങ്ങനെ ചെയ്ത് നല്ലൊരു കെട്ടിട്ട് കൊടുക്കുക. മുറുക്ക കെട്ടരുത് കേട്ടോ, അല്ല കുറച്ച് ലൂസ്, ഒരില കൂട്ടിയാൽ കെട്ടിയാൽ മതി. ഞാൻ ചെയ്യും പോലൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുന്ന കണ്ണും കാണുന്നില്ല, ഇരുട്ടുമല്ല ഇവിടെ. മെല്ലെ അങ്ങോട്ടേക്ക് ലൂസിൽ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങാക്കുക. എന്നാലും എന്താണെന്നറിയാം, ഇതൊരിക്കലും അങ്ങോട്ട് പോകൂല. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇത് കരുത്തിൽ നിൽക്കുള്ളൂ. ഇതാ ഇങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പം നമുക്ക് ഇതിനും അങ്ങനെ തന്നെ കെട്ടാം, കാരണം അതിങ്ങനെ വെച്ചാൽ ഒടിഞ്ഞു പോകൂല. അങ്ങനെ കുറേ വിദ്യകൾ ചെയ്താൽ മതി. പിന്നെ ഈ ഉണങ്ങിയതൊക്കെ അല്ലേ ഇല, അതെല്ലാം പോക്കിക്കളിയുക, അതൊന്നും വേണ്ട. പഴുത്ത ഇല കണ്ടാൽ മറ്റുള്ളവർക്കും പഴുക്കാനുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അതെല്ലാം അതിൻ്റെ അടിയിലേക്ക് തന്നെ ഇട്ടാൽ നല്ല വള. കണ്ടോ, ഇതൊന്നും അധികം പ്രായമാവാത്തതാട്ടോ. ഞാൻ സിമെൻറ്റ് ചാക്ക് കണ്ടോ, സിമെൻറ്റ് ചാക്കിൽ കരിയില കുത്തി നിറച്ചിട്ട് നട്ടതായത്. നല്ല തണുപ്പാണ്, നല്ല AC പോലെ നിൽക്കും. നനച്ചാൽ നല്ല ചൂടല്ലേ ഇപ്പോൾ. ഇപ്പോൾ മരുന്നടിക്കുന്നതിന് മുമ്പേ ചെയ്യുന്ന പണി കേട്ടോ. ഞാൻ കുറച്ച് കരിയിലും മണ്ണും ഇടട്ടെ, അങ്ങ് ഇടുക. ആദ്യത്തൊക്കെ അമർന്ന് ഇരുന്ന് പോയി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നമ്മളെ വളമൊക്കെ പിടിക്കുള്ളൂ. അവിടെ ഇതൊക്കെ പെട്ടെന്ന് വളമായി മാറും. എന്താ ഇങ്ങനെ ഇട്ടിട്ട് ഇനി കുറച്ച് മണ്ണ്, ഇതൊക്കെ സാധാ മണ്ണാട്ടോ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ തക്കാളി ഇതിപ്പോൾ പൂടുന്ന പ്രായമായി. ഈ പ്രായത്തിൽ അത് ചെയ്ത് കൊടുക്കണ്ടേ. കണ്ടോ, പൂവുണ്ടോ, അടിപൊളിയായിട്ട് പൂവുണ്ടായി കണ്ടോ. ഇതിലൊന്നും ഒന്നുമില്ല, ഒരു ജീവികളുമില്ല, ഒരു ചിത്രവണ്ടോ ഒന്നുമില്ല, അടിപൊളിയാ, നല്ല കരുത്തിലുണ്ടായിന്. ഇതിനൊന്നും അധികം പ്രായമായില്ല, പൂവിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ പൂവ്, ഇതിൽ വന്നു. ഈ മരുന്ന് ആഴ്ച ചെയ്താൽ മതി. കേട്ടോ, എന്താ നമ്മൾ അടിക്കേണ്ടത് ഇലയുടെ അടിയിലാട്ടോ. ഇലയുടെ അടിയിലാണ് ഈ ഇലപ്പേന്, വെള്ളീച്ച, ചിത്രവണ്ട് എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ അടിക്കേണ്ടത് ഇലയുടെ അടിയിലാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ള മരുന്നൊക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരം നല്ലേ. വൈകുന്നേരങ്ങളിൽ അടിച്ചു കഴിഞ്ഞാൽ രാവിലെ വരെയുള്ള ആക്രമണമൊന്നും ഉണ്ടാവില്ലാണ്. പിന്നെ അതിന് ചൂടും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. വൈകുന്നേരമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇനി എല്ലാത്തിനും പറ്റൂ കേട്ടോ. കാബേജിക്ക്, നിത്യവഴുതനയൊക്കെ നല്ല ചെറുപ്പാണ്, എന്നാലും കായ്ക്കാൻ തുടങ്ങി. അതാ എൻ്റെ മരുന്ന്. ഞാൻ വളം നേരത്തെ ഉണ്ടാക്കിയാലും മരുന്നുണ്ടാക്കിയെങ്കിലും കൂടിയിട്ട് ഇത് അടിക്കേണ്ട ടൈം വൈകുന്നേരമാണ്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തേക്ക് എടുത്ത് വെച്ചതാട്ടോ. പിന്നെ അടിക്കുന്ന അപ്പോൾ ഇലയുടെ അടിയിലാണ്, അടിഭാഗത്താണ്. ഇങ്ങനെ അങ്ങ് അടിച്ച് കഴിഞ്ഞാൽ
ഇലപ്പേന്, വെള്ളീച്ച, ഇല ചുരുട്ടിപ്പുഴു എല്ലാം അങ്ങ് ചത്തുപോയിക്കോളും. പിന്നെ അത് മാത്രമല്ല പൂക്കളില്ലേ, ഈ ഇതിപ്പോൾ പൂടാനായ ചെടിയാ, പൂവിട്ടിട്ട് തുടങ്ങി അവർ കൊഴിഞ്ഞു പോവാണ്ട് നിൽക്കും, അവിടെ തന്നെ നിൽക്കും. പിന്നെ നന്നായിട്ട് പൂവിടാനും കഴിയും. ഇതങ്ങനെ അങ്ങ് അടിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് കഴിഞ്ഞാൽ അത് കെട്ടിക്കൊടുക്കണം. ഇവിടെ ഇങ്ങനെ കെട്ടണം, കുറച്ചുകൂടി താമസം. ഈ ഒഴിവുള്ള സമയത്ത് ഞാൻ ചീര നട്ടതാ. ഇതെന്താ ഇവിടെ നട്ടാൽ എന്താ കാരണം അറിയോ? ഞാനിനി ഇവിടെ ഒരു കമ്പ് വെച്ച് കൊടുക്കും, എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക്. കാരണം ഇവര് പിന്നെ വള്ളി അല്ലെങ്കിലും വള്ളീൻ്റെ സ്വഭാവം കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ അടിക്കുന്ന എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലയുടെ അടിഭാഗത്താണ്. മുകളിൽ നിന്നോട്ടെ, അടിഭാഗത്ത് എന്തായാലും വേണം. പിന്നെ നോക്ക്, ഞാൻ എൻ്റെ തക്കാളി നട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഞാനൊരു കുപ്പി 2 ഭാഗം കട്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ മേലൂടെ എങ്ങനെ ഇറക്കി വെക്കും. ഈ പ്രായത്തിൻ്റെ മുമ്പ് അങ്ങനെ മണ്ണ് നിറച്ച് നനച്ച് കൊടുത്താൽ ഇതിൻ്റെ വളർച്ച കണ്ടോ എത്ര പെട്ടെന്ന് പടുത്തുണ്ടായതാ. അങ്ങനെ എല്ലാ ചെടിൻ്റെ അടിയിൽ ആ കുപ്പി വെച്ച് കൊടുത്തിന്. പെട്ടെന്ന് വളരാനുള്ളേ ഒരു സൂത്രവിദ്യയാണത്. ഇങ്ങനെയൊക്കെ കാണിച്ചത് നിങ്ങൾ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതാ അവിടെ ngക്ക തക്കാളിയാ, ഇതിനെന്തോ ഒരു പുഴു വന്ന പോലെ ഉണ്ട്. ഇങ്ങനൊക്കെ നോക്കിയിട്ടു കണ്ടോ, ഇതാ ഈ ഇല കാണുന്നില്ല, എന്താ കണ്ടോ ഇത്രയും ഉഷാറ് വന്നത്. ഇതൊക്കെ ചെറിയ തൈകൾ ആളായി വരിക. ഞാൻ കെട്ടിക്കൊടുത്ത നിങ്ങൾ കണ്ടുകണല്ലോ. നല്ല സൂപ്പറായത്, ജൈവമാണ്, പേടിക്കേണ്ട. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. എല്ലാത്തിലും നിന്നോട്ടെ, പൊയ്ക്കോളെ ഏഞ്ഞ് വരുന്നൊക്കെ നിന്നോളൂ. ഇങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്താൽ. ചീരക്ക് പിന്നെ വേണ്ട, ചീരക്ക് അങ്ങനത്തെ കേടൊന്നും വരൂല. എൻ്റെ ജൈവ കീടനാശിനി, ജൈവ വളം രണ്ടും കൂടിയുള്ള മിശ്രിതം വീഡിയോകൾ കണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. കാരണം എന്താണെന്നറിയാം, എന്നോട് അത്രയും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് അത്യാവശ്യം, നട്ടങ്ങ് പോയിട്ട് കാര്യമല്ല, അതിൻ്റെ പുറകെ ആഴ്ചയിൽ ഇങ്ങനെ ചെയ്യണം. ജൈവം പേടിക്കും വേണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.